ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അത്യുഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ നമ്മുടെ ഗീതു ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. അതെ, ഞാൻ പറഞ്ഞിട്ടാ കണ്ണേട്ടനത് വേണ്ടാതെ മാറ്റി വെച്ചത്. എന്ത് അത് ഇപ്പോൾ അത് ബേബി ഷവർ നടത്തിയിട്ടുണ്ടെങ്കിൽ അമ്മ ഹോസ്പിറ്റലിലല്ലേ, അമ്മ വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണേട്ടൻ ശരിയെന്ന് പറഞ്ഞപ്പോൾ അജാസിനെ പറഞ്ഞു വിട്ടത്. ഓ, അതായിരുന്നോ? അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ അതൊക്കെ മാറ്റി വെച്ചതല്ലേ? ഷോ, സാരമില്ല, എൻ്റെ ഏട്ടൻ എന്നോട് ഇത്രയ്ക്ക് സ്നേഹം ഉണ്ടായിരുന്നു എന്ന് ഞാൻ അറിഞ്ഞില്ല. താങ്ക്സ് ഏട്ടാ എന്ന് പറഞ്ഞുകൊണ്ട് പ്രിയ ഗോവിന്ദനെ കെട്ടിപ്പിടിച്ച് താങ്ക്സ് ഒക്കെ പറയുക. അപ്പോഴേക്കും അവർണിക എന്നാൽ പിന്നെ എൻ്റെ ഒരു ഇത് വിഷസ് എന്നാ അഡ്വാൻസ് വിഷസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർണിക ബൊക്ക അങ്ങോട്ട് കൊടുക്കുക. അപ്പോൾ പ്രിയ അത് മേടിച്ച് താങ്ക്സ് ഒക്കെ പറയുക. ഈ സമയം ഗീതുവിനെയും അവർണികയുമാണ് കാണിക്കുന്നത്. അവർ രണ്ടുപേരും കൂടെ ഓരോന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുക. ഗീതു, ഞാൻ പഠിച്ച പണി 18 ശ്രമിച്ചു, പക്ഷെ അവൻ്റെ കയ്യിൽ നിന്നും ആ വീഡിയോ എടുക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ട്. അന്ന് ആ വീഡിയോ എടുക്കാൻ ഞാൻ പോയതാ. ആ സമയത്ത് അവനത് ഭയങ്കര ഈസിയിൽ കണ്ടുപിടിക്കുകയും ചെയ്തു. ഞാൻ ചെയ്തത് അവൻ എൻ്റെ പിന്നിൽ കൂടെ വന്നത് കണ്ടുപിടിച്ചു. എന്ത് ചെയ്യാനാ ഗീതു? പക്ഷെ പേടിക്കണ്ട, എത്ര റിസ്ക് എടുത്തും ഞാൻ ആ വീഡിയോ ഗീതുവിൻ്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചിരിക്കും, അതെടുത്തിരിക്കും എന്നൊക്കെ പറയണം. അപ്പോൾ അന്ന് തോക്ക് ചൂണ്ടിയതും അന്ന് കിഷോർ പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാം അവർണിക പറയുകയാണ്. അവർണിക, താൻ വിഷമിക്കണ്ട, ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും രാധിക അമ്മയും വരുണൊക്കെ എൻ്റെ ഭീഷണിയുടെ മുൻപിൽ വീഴാത്തത്. എന്തായാലും സാരമില്ല, എന്തൊക്കെ സംഭവിച്ചാലും അവരെ വീഴ്ത്താനുള്ള എന്തെങ്കിലുമൊക്കെ ഒരു വഴി എൻ്റെ മുൻപിൽ ദൈവം കാണിച്ചു തരും. അതുകൊണ്ട് ധൈര്യമായിട്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞ് ഉപദേശിക്കുക. ഇത് കേട്ടതും അവർണിക, ഇനിയിപ്പോൾ എന്താ ഗീതു ചെയ്യുക? പിന്നെ ഒരു പ്രശ്നം കൂടി ഉണ്ട് ഗീതാഞ്ജലി. എന്താ അവർണിക? അത് എൻ്റെ സ്വത്തുക്കളെല്ലാം ഡാഡി ഞങ്ങളുടെ 2 പേരുടെയും പേരില്ല ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്നത്. വീട് വരെയും അവൻ്റെയും കൂടെ പേരില്ല. അങ്ങനെയുള്ളപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. എന്തെങ്കിലും ചെയ്താലും അവനെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ എന്നോട് പറയുക. എന്ത് ചെയ്യണമെന്ന് ഓർത്തിട്ട് എനിക്കൊരു പിടിയില്ല. എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യാം, അജാസിക്കയോട് നമുക്ക് അവൻ്റെ കാര്യം പറഞ്ഞാലോ? അജാസിക്കയോട് പറഞ്ഞു കഴിഞ്ഞാൽ അജാസിക്ക വളരെ ഈസി ആയിട്ട് കാര്യങ്ങൾ നടത്തി തരും. തൻ്റെ കാര്യം അജാസിക്കയോട് പറഞ്ഞാൽ ഞാൻ എന്ത് പറഞ്ഞാലും അജാസിക്ക ചെയ്തു തരും. അതുകൊണ്ട് അജാസിക്കയോട് പറഞ്ഞ് അവൻ്റെ കയ്യും കാലും തല്ലി ഓടിച്ചിട്ട് നമുക്ക് സ്വത്തുക്കളൊക്കെ മേടിക്കാം. അത് കേട്ടതും അതൊന്നും വേണ്ട ഗീതാഞ്ജലി, പ്രയോഗമൊന്നും വേണ്ട. ഇപ്പം അവന് എത്ര കിട്ടിയാലും മതിയാവില്ല, എത്ര കിട്ടിയാലും ഒരു കൂസലുമില്ല. നാണോ മാനോ ഇല്ലാതെ അവന് അടി എത്ര വേണേലും കൊള്ളും. അതുകൊണ്ട് അടിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല ഗീതാഞ്ജലി. പിന്നെ എന്ത് ചെയ്യും? എൻ്റെ അടുത്ത് വേറൊരു ഐഡിയ ഉണ്ട് എന്നൊക്കെ പറയണം. അത് കേട്ടതും അതെന്താ അന്നും പറഞ്ഞുകൊണ്ട് ചോദിക്കുമ്പോഴേക്കും ഗീതു എല്ലാം നമ്മൾ കേൾക്കാത്ത രീതിയിൽ പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുക. ഈ സമയം അത് നോക്കിക്കൊണ്ട് അജാസ് അങ്ങ് വരിക. അജാസ് വന്ന് അവർ സംസാരിക്കുന്നത് നോക്കിയതിന് ശേഷം അങ്ങോട്ട് പോവുക. അജാസ് അങ്ങ് പോയി കഴിഞ്ഞതും നമ്മുടെ ഗീതു ഇക്ക എന്നും പറഞ്ഞ് ഒച്ചത്തി വിളിക്കുക. അപ്പോൾ അജാസ് ഇങ്ങ് വായിക്ക, ഞങ്ങൾ ഇക്കയ്ക്കും കൂടെ ആവശ്യമുള്ളൊരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എനിക്കും കൂടിയോ? അതെ ഇക്ക വാ എന്നും പറഞ്ഞ് ഗീതു വിളിക്കുക. അങ്ങനെ അജാസിനോടും ഗീതു കാര്യങ്ങളൊക്കെ പറയാം. ഓ, അത്രയുള്ള കാര്യം, അവർണിക വിഷമിക്കേണ്ട, അവൻ്റെ കയ്യിൽ നിന്നും എങ്ങനെ സ്വത്തുക്കൾ തിരിച്ചെടുക്കാമെന്ന് ഞാൻ പറഞ്ഞുതരാം. അത് കേട്ടതും അതൊന്നും വേണ്ട, നമ്മളിപ്പോൾ പറഞ്ഞ ഐഡിയ ഒന്ന് പ്രയോഗിച്ചാൽ മതി, അവൻ ഉറപ്പായിട്ടും വീഴും എന്നും പറയണം. അത് കേട്ടതും അവർണിക, ഇത് നല്ല ഐഡിയ. അജാസും അതെ, ഇത് നല്ല ഐഡിയ, അവൻ ഈ ഇതിൽ വീണിരിക്കും, അത് ഉറപ്പാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ രണ്ടുപേരും കൂടെ പോകാനൊരുങ്ങുക. പിന്നെ സൂക്ഷിച്ചും കണ്ടൊക്കെ വേണം കാര്യങ്ങൾ ചെയ്യാൻ, കേട്ടല്ലോ ഇക്ക? അതൊക്കെ ഞാൻ ഡീൽ ചെയ്തോളാം പെങ്ങളെ. എൻ്റെ പെങ്ങൾ പറഞ്ഞില്ലേ, ഇനി ബാക്കിയുള്ള കാര്യം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു എന്നും പറഞ്ഞുകൊണ്ട് അവർണികയും കൂട്ടി അജാസ് അവിടെ നേരെ പോവുക. ഈ സമയം വീട്ടിലെത്തിയ കിഷോർ കാറ് കണ്ടിട്ട് ദേഷ്യപ്പെട്ട് സരസ്വതിയോട് ചോദിക്കുക, അല്ല ഇത് അവൻ്റെ കാറല്ലേ അജാസിൻ്റെ? അതെ, ഇത് അവൻ്റെ കാറ് തന്നെയാ. അന്ന് ഞാൻ അവനെ ഇവിടെ നാട്ടിൽ പായിക്കാൻ പറഞ്ഞപ്പോൾ നീ എന്താ എന്നോട് പറഞ്ഞത്? അവനൊരു പാവമാണ്, അവളുടെ ഫ്രണ്ടാണെന്നൊക്കെയല്ലേ? ഇപ്പൊ ഫ്രണ്ടിനെ വിളിച്ച് അകത്തിരുത്തിയിട്ട് അവളുവേ എന്നോട് അമ്പലത്തിൽ പോകാൻ പറഞ്ഞതാ. രണ്ടെണ്ണത്തിൻ്റെ മുറിയിലിരുത്തി അമ്പലത്തിൽ പോകേണ്ട അവസ്ഥയാ എനിക്കിപ്പോൾ. ഈ വീട്ടിൽ എനിക്കിപ്പോൾ ഒരു സ്ഥാനവും ഇല്ല. ഞാൻ അവരോട് പറഞ്ഞപ്പോൾ ജനിക്കാൻ പോകുന്ന കുഞ്ഞിന് വേണ്ടി നല്ലോണം പ്രാർത്ഥിക്കണം, അർച്ചന കഴിപ്പിക്കണമെന്നൊക്കെ പറഞ്ഞ് എന്നെ മനഃപൂർവ്വം അവിടെ നിന്ന് ഒഴിവാക്കിയതാ. എന്ത് ചെയ്യാനാടാ, നിന്റെ സ്നേഹമില്ലായ്മ കൊണ്ടായിരിക്കും അവൾ വല്ലവനെയും തേടിപ്പോയത്. പക്ഷെ കണ്ടോ കിഷോറെ, നീ ഓർത്തോ, നീ ഇങ്ങനെ അവനെ ഫ്രണ്ടാണെന്നും പറഞ്ഞ് 2 പേരെയും ഇങ്ങനെ ഒരുമിച്ച് കാണുന്നതും ഇതാക്കുന്നതും ഒക്കെ വെറുതെ ഇരുന്നാലുണ്ടല്ലോ, അവസാനം നിന്റെ ഭാര്യ നിന്റെ കൈവിട്ട് പോകും, അതുറപ്പാ. അല്ല, ശ്രീജി എവിടെ? അവളുടെ കൂട്ടുകാരിയുടെ അനിയത്തിയുടെ കല്യാണത്തിന് പോയിരിക്കുക. ഇനിയിപ്പോൾ ആരുമില്ല. വേറെ വഴിയില്ലാതെ ഇവിടെ കെട്ടിയൊരുങ്ങി വന്ന് നിൽക്കുക ഞാൻ. ഈ വീട്ടിൽ എനിക്കൊരു അവകാശം ഇല്ലല്ലോ, അതുണ്ടെങ്കിലല്ലേ അവളോട് എനിക്ക് എതിർത്ത് നിൽക്കാൻ പറ്റൂ. അതൊക്കെ കേട്ടതും അമ്മ വിഷമിക്കേണ്ട, അവനെ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് അമ്മ കണ്ടോ, അമ്മ ഇപ്പം ഇവിടെ തന്നെ നിൽക്ക് എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക. ഈ സമയം അജാസ് ചായ കുടിച്ചുകൊണ്ടിരിക്കുമായിരുന്നു.
അപ്പോഴേക്കും കിഷോർ വരുന്നത് അവർണിക കാണുക. ആ അജാസ് അജാസ് ദേ കിഷോർ വരുന്നുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് അവർണിക ഓടിച്ചെന്ന് അജാസിൻ്റെ അടുത്ത് നിന്നു. ആ അവർണിക ഒരു വാക്ക് പറ, ആരാണവൻ? അവൻ ആരാണെങ്കിലും അവൻ്റെ കഴുത്ത് വെട്ടി അവർണികയുടെ സ്വത്തുക്കളെല്ലാം തിരിച്ചു നേടിത്തരുന്ന കാര്യം ഞാൻ ഏറ്റു. ഒരു വാക്ക്, ഒരേ ഒരു വാക്ക് അവർണിക പറഞ്ഞാൽ മതി, അവൻ ആരായാലും അവനെ ഞാൻ കൊന്നിരിക്കും, കൊന്നു കൊല വിളിക്കും എന്നൊക്കെ അജാസ് ഭയങ്കര കലിപ്പിൽ പറയുക. ഇത് കേട്ടത് കിഷോർ, ഈശ്വര ഇവരാരെക്കുറിച്ച് ഈ പറയുന്നത്, എന്നെക്കുറിച്ചാണെന്ന് തോന്നുന്നല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നിൽക്കുക. അപ്പോഴേക്കും ആ കിഷോറോ, കിഷോർ ഇതെപ്പോഴാ വന്നേ? വാ കിഷോർ ഇവിടെ വന്നിരിക്കുക. അവർണിക കിഷോറിനൊരു ചായ എടുക്കും. അത് കേട്ടതും കിഷോർ, ഇത് എൻ്റെ വീടാണോ ഇല്ലെങ്കിൽ അവൻ്റെ വീടാണോ? അവൻ അവളോട് ചായ എടുക്കാൻ പറയുന്നു എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് കിഷോർ ഇങ്ങനെ നിൽക്കുക. എന്താ കിഷോർ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നേ? ഇങ്ങോട്ട് വാ, ഇവിടെ വന്നിരിക്കുക എന്നും പറഞ്ഞുകൊണ്ട് വിളിക്കുക. അപ്പോഴേക്കും കിഷോർ അവിടെ ചെന്നു. കിഷോറെ കേട്ടല്ലോ, അവർണികയുടെ കൂടെ പാർട്ട്ണർഷിപ്പിൽ ബിസിനസ് ചെയ്ത് അവർണികയെ പറ്റിച്ച അവൻ ആരാണെങ്കിലും അവൻ്റെ കഴുത്ത് ഞാൻ വെട്ടും, അത് ഉറപ്പാ. അത് കേട്ടതും അവൻ നിസ്സാരക്കാരനെല്ലാം തോന്നുന്നു അജാസ്, അതുകൊണ്ടാണല്ലോ ഇത്രയും മിടുക്കിയായ അവർണികയെ കൂടെ അവൻ പറ്റിച്ചത്. അത് കേട്ടതും അവൻ നിസ്സാരക്കാരനല്ലെങ്കിലും എത്ര വലിയ കൊലകൊമ്പം വന്നാലും എനിക്കൊരു പ്രശ്നമില്ല. ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഇഷ്ടം പോലെ ഡീൽ ചെയ്തിട്ടുണ്ട്. അവർണിക പേടിക്കൊന്നും വേണ്ട, ആ പണവും സ്വത്തും ഒക്കെ അവർണികയുടെ പേരിൽ തന്നെ ഞാൻ തിരിച്ചു നേടിത്തരാം. അതിന് അവനത് വിട്ടുകൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ എന്നും കിഷോർ, അതെ വിട്ടുകൊടുക്കേണ്ട ആവശ്യമില്ല, കാരണം അവൻ ജീവനോടെ ഉണ്ടെങ്കിലല്ലേ വിട്ടുകൊടുക്കേണ്ടി വരൂ. അതെ അവർണിക, ഞാനൊരു കാര്യം പറയട്ടെ, സ്വത്തിൽ രണ്ടുപേർക്കും തുല്യ അവകാശമാണെങ്കിൽ ചിലപ്പോൾ തുല്യ അവകാശം പോലെ വീതിച്ചു കൊടുക്കാം. ആര് പറഞ്ഞു? ചെയ്യില്ല, ഞാൻ അതിൽ നിന്നും ഒരു ചില്ലിക്കാശ് അവന് കൊടുക്കില്ല എന്ന് അവർണിക. അങ്ങനെയാണെങ്കിൽ തുല്യ അവകാശമുള്ളവരിൽ ഒരാൾ മരിക്കണം. അങ്ങനെ മരിച്ചു കഴിഞ്ഞാൽ മറ്റേയാളുടെ സ്വത്ത് ഇയാൾക്ക് കിട്ടും. അത് കേട്ട അത് വേണമെങ്കിൽ നമുക്ക് ഡീൽ ഉറപ്പിക്കാം. അവൻ മരിച്ചിട്ടായാലും എൻ്റെ സ്വത്തുക്കൾ മുഴുവനും എനിക്ക് വേണം എന്നും അവർണിക. അത് കേട്ടതും അജാസ്, എന്നാ പിന്നെ അങ്ങനെ തന്നെ ചെയ്യാം, എന്തായാലും അവൻ്റെ ഏതെങ്കിലും ഒരു അവയവം ഇടിച്ച് ഞാൻ തകർക്കും. അത് കേട്ടതും അജാസ്, അവൻ നിസ്സാരക്കാരനൊന്നുമല്ല, പടക്കൊതിയെ മാത്രമല്ല പെണ്ണുപിടിയനും കൂടിയാ. അപ്പം എടുക്കേണ്ട അവയവം ഏതാണെന്ന് എനിക്ക് കൃത്യമായിട്ട് മനസ്സിലായി എന്നും പറയാ. ഇത് കേട്ടതും കിഷോർ, ഈശ്വര ഇവൻ എന്നെ ഇടിക്കുന്ന കാര്യമാണല്ലോ പറയുന്നത്, ഇനി ആരാണെന്ന് അറിയാതെയാണോ ഇവൻ സംസാരിക്കുന്നത്? അവർണിക ഒറ്റ വാക്ക് പറഞ്ഞാൽ മതി, ഒരു മൂളലൊന്ന് മൂളിയാൽ മതി, ഉടനെ ഞാൻ അവനെ തീർത്തിരിക്കും, മനസ്സിലായല്ലോ എന്ന് പറയാം. ശരി അജാസ്, താങ്ക്സ് അജാസ് എന്നൊക്കെ പറയണം. താനെ ഒന്നും പറയണ്ട, എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന്. എൻ്റെ അവർണികയുടെ സ്വത്തുക്കൾ തട്ടിയെടുക്കാൻ ശ്രമിച്ചത് ഏത് നാറിയാണെങ്കിലും അവൻ്റെ തല ഞാൻ തല്ലി ഓടിക്കും, കേട്ടോ കിഷോറെ? കിഷോർ പേടിക്കുമൊന്നും വേണ്ട കേട്ടോ. അവർണികയുടെ സ്വത്തുക്കൾ തട്ടിയെടുത്ത് ആരാണെന്നറിഞ്ഞാൽ ഒരു പേര് അവർണിക പറഞ്ഞാൽ ആ പേരെന്താണെന്ന് പോലും കേൾക്കാൻ നിൽക്കാതെ ഞാൻ അവൻ്റെ കഴുത്തെടുത്തിരിക്കും. ഇത് ഞാൻ കൊടുക്കുന്ന വാക്കാ. എന്നാൽ ഞാൻ വരട്ടെ, പേടിക്കൊന്നും വേണ്ട, ധൈര്യമായിട്ടിരിക്കേ എന്നും പറഞ്ഞുകൊണ്ട് അജാസ് അങ്ങ് പോയി. അജാസ് പോയി കഴിഞ്ഞതും അവർണിക കിഷോറിന് നേരെ തിരിയുക. കേട്ടല്ലോ, അജാസ് പറഞ്ഞത് കേട്ടല്ലോ, എൻ്റെ സ്വത്തുക്കൾ തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നത് നീയാണെന്ന് ഒരൊറ്റ വാക്ക് ഞാൻ പറഞ്ഞാൽ മതി, പിന്നെ നിൻ്റെ കഴുത്തിന് മുകളിൽ തലയുണ്ടാവില്ല, മനസ്സിലായല്ലോ? മനസ്സിലായോടാ, നീ ജീവനോടെ ഉണ്ടാവില്ല എന്ന്. അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടൊക്കെ നിൽക്കുന്നതായിരിക്കും നിനക്ക് നല്ലത്. ഇല്ലെങ്കിൽ ഈ അവർണികയും അജാസും ആരാണെന്നൊക്കെ നിന്നെ ഞാൻ പഠിപ്പിക്കും. എൻ്റെ ഡാഡി അറിയരുതെന്നേ എനിക്കുള്ളൂ, പക്ഷേ മറ്റാരറിഞ്ഞാലും എനിക്കൊരു പ്രശ്നമില്ല. നിന്റെ ജീവൻ നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ ഞാൻ ആഗ്രഹിച്ചതുപോലെ കാര്യങ്ങൾ നടക്കണം. എൻ്റെ ഡാഡി കഷ്ടപ്പെട്ടുണ്ടാക്കിയ സ്വത്തുക്കളെല്ലാം എൻ്റെ പേരിൽ തന്നെ തിരിച്ചു കിട്ടണം, മനസ്സിലായോടാ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് പോവുകയാണ് നമ്മുടെ അവർണിക പോയി കഴിഞ്ഞതും സരോജിനി വരിക. മോനെ എന്നും പറഞ്ഞുകൊണ്ട് എന്താ അമ്മേ? നീ പറഞ്ഞതുപോലെ തന്നെ അവനെ വിറപ്പിച്ചല്ലോ. അത് പിന്നെ ചെയ്യാതിരിക്കോ? എൻ്റെ ഭാര്യയെ തട്ടിയെടുത്ത് എൻ്റെ ഭാര്യയോട് കിന്നരിച്ചുകൊണ്ടിരിക്കുക എന്നുള്ള അവൻ്റെ മോഹം ഞാൻ നടത്തി കൊടുക്കില്ലമ്മേ. നീ മിടുക്കനാടാ, മിടുമിടുക്കൻ. എന്തായാലും അവനെ വിറപ്പിച്ചു, അവൻ പേടിച്ച് പറന്നു പോകുന്നത് ഞാൻ കണ്ടു എന്നൊക്കെ പറയാം. ഈശ്വര, ഞാൻ അവനെയല്ല, അവൻ എന്നെയാണ് വിറപ്പിച്ചത് എന്ന് ആലോചിച്ചുകൊണ്ട് കിഷോർ ഇങ്ങനെ ഇരിക്കുക. ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അറയ്ക്കലാണ്. അറയ്ക്കലെല്ലാവരും ഭക്ഷണം കഴിക്കാനായിട്ടിരിക്കുക. അപ്പോഴേക്കും ഗോവിന്ദനും വന്നു. ഗീതുവിനെ നോക്കി നിൽക്കുമ്പോൾ ഒരു രേഖ പറയാ, ഗോവിന്ദേട്ട ഇരിക്കുക ഗോവിന്ദേട്ട. അപ്പോൾ ഗോവിന്ദ് അവിടെ ഇരുന്നിട്ട് ഗീതുവിൻ്റെ റൂമിൻ്റെ അങ്ങോട്ട് നോക്കുക. ഗീതു ആണെങ്കിൽ വരുന്നുമില്ല. അപ്പോഴേക്കും ഗീതു വരിക. ഗീതുവിനെ കണ്ടതും ഗോവിന്ദന് ശ്വാസം നേരെ വീണു. ഗീതു വന്നു, ഇത്രയും നേരം അവളെന്താ വരാത്തതെന്ന് ഓർത്തിരിക്കുമായിരുന്നു എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ പ്രിയയും ഗീതും കൂടെ വന്ന് അവിടെ ഇങ്ങനെ നിൽക്കും. അപ്പോൾ ഗീതു ഗോവിന്ദന് വിളമ്പി കൊടുക്കാനായിട്ട് പോകുമ്പോൾ രാധിക, വേണ്ട, ഇവള് ഗോവിന്ദന് വിളമ്പി കൊടുക്കണ്ട. അതെന്താ വിളമ്പി കൊടുത്താൽ
ഭാര്യയുടെ സ്നേഹം മുഴുവനും ഭക്ഷണത്തിലൂടെ വിളമ്പി കൊടുക്കുമ്പോഴും അതിൽ പകരാറുണ്ട്. അത് കേട്ടതും ഇവള് സ്നേഹത്തോടെ വിളമ്പുവാണെന്നാണോ മോളെ നിന്റെ വിചാരം എന്ന് രാധിക ചോദിക്കുക. അത് കേട്ടത് പ്രിയ, അതെ, ഗീതേച്ചിയുടെ സ്നേഹം മുഴുവനും എൻ്റെ ഏട്ടന് വിളമ്പി കൊടുത്തോട്ടെ, അതിൽ തെറ്റൊന്നുമില്ല എന്നും പ്രിയ പറയുക. ഈ സമയം ഗീതു ആണെങ്കിലോ ഗോവിന്ദൻ്റെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് തന്നെ ഗോവിന്ദൻ്റെ പ്ലേറ്റിൽ ചപ്പാത്തി എടുത്തിട്ടുകൊണ്ടേ ഇരിക്കുക. ഈശ്വര, ഇത്രയും ചപ്പാത്തിയോ എന്നും ഗോവിന്ദ് ഗീതുവിനെ നോക്കുക. അപ്പം ഗീതു കണ്ണുകൊണ്ട് മുറിയിലേക്ക് വാ എന്നും ആംഗ്യ ഭാഷ കാണിക്കുകയാണ്. ഈ സമയം ഗോവിന്ദനൊന്നും മനസ്സിലാവാതെ ചപ്പാത്തിയിലോട്ട് തന്നെ നോക്കുക. അപ്പം കാഞ്ചന, ഇവളോ ചപ്പാത്തി സാപ്പിടക്കാണോ ഉടമ്പ് മാമാവുക്ക് ഇറുക്കുതാ ഇല്ലനാ ഇതൊരു രോഗം എന്താണേ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. അപ്പോൾ രാധിക, കാഞ്ചന നോക്കി വെള്ളം ഇറക്കണ്ട, പോയി കുടിക്കാൻ വെള്ളം എടുത്തോണ്ട് വാ. അത് കേട്ടതും കാഞ്ചന അങ്ങ് പോവുക. ഗീതു, നീ എന്തായി കാണിക്കുന്നേ? ഇത്രയും ചപ്പാത്തി കണ്ണം കഴിക്കാറില്ല, അതറിയാതെയാണോ നീ വിളമ്പിക്കൊണ്ടിരിക്കുന്നത്? അത് പിന്നെ ഇത് എനിക്കാ, ഞാൻ കഴിക്കാൻ എടുത്തതാ, ഞാനേ മുറിയിൽ പോയിരുന്ന് ഒറ്റയ്ക്ക് കഴിച്ചോളാം എന്നും ഗീതു പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് പോവുകയാണ്. ഈ സമയം കേട്ടല്ലോ, അവളുടെ സ്നേഹം മുഴുവനും ചപ്പാത്തിയിൽ വാരിക്കോരി ഇട്ട് കൊടുക്കുന്നത് കേട്ടല്ലോ. എന്ത് ചെയ്യാനാ, പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും അവൾക്കുള്ളത് വിളമ്പിക്കൊണ്ട് അങ്ങ് പോയി. കുറച്ച് വെള്ളം കൊണ്ടുവന്ന് ഗോവിന്ദന് കൊടുക്ക്. കണ്ണാ, നിനക്ക് എത്രയാ വേണ്ടതെന്ന് വെച്ച് എടുത്തിട്ട് കഴിക്ക്, അല്ലാതെ ഇപ്പം എന്ത് ചെയ്യാനാ? ഇതൊക്കെ അനുഭവിക്കുക എന്നല്ലാതെ വേറെ വഴിയൊന്നുമില്ല എന്നും പറഞ്ഞുകൊണ്ട് രാധിക ഇരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുക. ഈ സമയം മുകളിലെത്തിയ ഗീതു താഴേക്ക് നോക്കുക. കണ്ണേട്ടനെ കാണുന്നില്ലല്ലോ, എന്തൊരു കഷ്ടമായത് എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഗോവിന്ദ എഴുതിയിട്ട് എനിക്ക് ഭക്ഷണം വേണ്ട, വയറ് നിറഞ്ഞു എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദ എഴുന്നേക്കോ. അയ്യോ, സാപ്പിടുற കുക്കാന്ത അങ്ങിരുന്ന് സാപ്പിടാമ എഴുந்திരിക്ക കൂടാതെ, അത് പാപം എന്നും പറയുകയാണ്. അത് കേട്ടതും ഒരു പാപം ഇല്ല, മിണ്ടാതിരിക്കുക കാഞ്ചന, എനിക്ക് വേണ്ടാന്ന് ഞാൻ പറഞ്ഞില്ലേ എന്നും പറഞ്ഞ് ഗോവിന്ദ പോകാൻ ഒരുങ്ങുമ്പോഴേക്കും രാധിക, കണ്ണാ, കാഞ്ചന പറഞ്ഞതിലും കാര്യമുണ്ട്, ഭക്ഷണം കഴിക്കാതിരുന്നിട്ട് അവസാനം കഴിക്കാതിരിക്കരുത്, നീ കഴിച്ചിട്ട് പോ, ഒരെണ്ണമെങ്കിലും കഴിക്കുക എന്നും പറയാം. അങ്ങനെ ഗോവിന്ദ അവിടെ ഇരുന്നു ചപ്പാത്തി കടിച്ചു പറിച്ച് ദേഷ്യപ്പെട്ട് കഴിക്കുക. എന്തൊരു കഷ്ടമായത്, സമാധാനത്തോടെ പ്രേമിക്കാൻ പോലും ഈ വീട്ടിലൊരു ഇതില്ലല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഗോവിന്ദ് ചപ്പാത്തി കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ അന്നേരം കണ്ണേട്ടനോട് ആംഗ്യ ഭാഷയിൽ പറഞ്ഞതാണല്ലോ റൂമിലേക്ക് വന്ന് രണ്ടുപേരും കൂടെ ഒരുമിച്ചിരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചാ ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്. അപ്പോൾ കണ്ണേട്ടനത് മനസ്സിലായില്ലേ, അതുകൊണ്ടാണോ വരാത്തത്? മനുഷ്യനാണെങ്കിൽ വിശന്നിട്ട് ഒരു രക്ഷയുമില്ല. ഈ കണ്ണേട്ടൻ എന്താ ഇങ്ങനെ ചെയ്തത്? വിശപ്പുകൊണ്ട് സഹിക്കാൻ പറ്റുന്നില്ലല്ലോ ദൈവമേ, എന്താ ചെയ്യാം? എങ്ങനെയെങ്കിലും ഗോവിന്ദേട്ട വന്നാൽ മതിയായിരുന്നു. രണ്ടുപേർക്കുള്ള ഭക്ഷണം എടുത്തുകൊണ്ട് വന്നുകൊണ്ട് നന്നായി, ഇല്ലെങ്കിൽ ഞാൻ വിശന്ന് ചത്തേനെ എന്നൊക്കെ പറഞ്ഞ് ഗീതു ഇങ്ങനെ ഗോവിന്ദനെ കാത്തിരിക്കുക. ഈ സമയം എത്ര കാത്തിരുന്നിട്ടും കാര്യമില്ല, ഗോവിന്ദ് താഴേന്ന് ചപ്പാത്തി കഴിച്ചു. എന്ത് ചെയ്യാനാ, വിഷമിച്ച് ഗീതു ഇങ്ങനെ ഇരിക്കുക വിശന്ന്. അപ്പോൾ രാധികയും വരണം പരസ്പരം മുഖത്തോട് മുഖം നോക്കുക. ചെയ്യരുത്, അവർ രണ്ടുപേരും ഒന്നിക്കുന്ന ഒരു കാര്യവും നമ്മൾ സമ്മതിച്ചു കൊടുക്കാൻ പാടില്ല. എങ്ങനെയെങ്കിലും രണ്ടുപേരെയും തമ്മിൽ തെറ്റിക്കണം, അകറ്റണം എന്നൊക്കെയാണ് അവരുടെ ആഗ്രഹം. ഈ സമയം ഗോവിന്ദ് അവിടെ ഒന്ന് എഴുന്നേറ്റു. ഗീതു എന്ത് വിചാരിച്ചു കാണും? അവൾ എന്നോട് മുറിയിലേക്ക് വരാൻ പറഞ്ഞല്ലേ, ഞാനാണെങ്കിൽ കഴിക്കുകയും ചെയ്തല്ലോ. ഇതിൻ്റെ പേരിൽ അവൾ എന്നോട് അടി ഉണ്ടാക്കും, അത് ഉറപ്പാ. എന്താ ഇത്ര നേരമായിട്ട് കണ്ണേട്ടനെ കാണാത്തേ? മനുഷ്യനാണെങ്കിൽ വിശന്ന് കുടൽ കരിയുന്നു. കണ്ണേട്ടൻ വന്നിരുന്നെങ്കിൽ ഒരുമിച്ച് കഴിക്കായിരുന്നു. ഇനി അങ്ങേര് കഴിച്ചിട്ട് അങ്ങനെ വന്നാ അങ്ങേര് ഞാൻ കൊല്ലും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഗീതു ഇരിക്കുക. ഈ സമയം ഹോളിൽ കിടന്ന് ഗോവിന്ദ് വട്ടം ചുറ്റുക. അപ്പോൾ രഞ്ജു ഇവിടെ ഇരുന്ന് TV കണ്ടുകൊണ്ടിരിക്കുവാണേ. ഈ സമയത്ത് ഗോവിന്ദ് അവിടെയൊക്കെ നോക്കുന്നുണ്ട്. രഞ്ജു ചോദിക്കുക, എന്താ ഗോവിന്ദേട്ടാ? അല്ല, ഗീതു അവിടെ നിന്ന് പറഞ്ഞു ഇവിടെ വന്നിരുന്ന് TVയും കണ്ട് ഭക്ഷണം കഴിച്ചോളാന്ന്. ഗീതു ഇങ്ങോട്ടെങ്ങാനും വന്നോ എന്നും ഗോവിന്ദ് ചോദിക്കുക. ഇല്ലല്ലോ ഗോവിന്ദേട്ടാ, ഗീതു ഇങ്ങോട്ടൊന്നും വന്നില്ല. ഞാനിവിടെ ഇരിക്കുന്നത് കുറേ നേരമായി. ഇത്ര നേരമായിട്ടും ഗീതു ഇങ്ങോട്ട് വന്നിട്ടില്ല. വന്നില്ലേ? അപ്പം അവൾ എവിടെ പോയി? എനിക്കറിയില്ല ഗോവിന്ദേട്ടാ. ഒന്നുമില്ല, വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ. കണ്ടില്ലല്ലോ, അതുകൊണ്ട് ചോദിച്ചതാ. ഗീതുവിനെ കാണാത്തോണ്ട് ഒന്ന് അന്വേഷിച്ചെന്നേ ഉള്ളൂ. ഭക്ഷണം കഴിക്കാൻ അവിടെ ഉണ്ടായിരുന്നില്ലേ, അതുകൊണ്ട് ചോദിച്ചതാ. ചിലപ്പോഴേ അവൾ മുകളിലുണ്ടാവും, ഞാൻ പോയി നോക്കിയിട്ട് വരാവേ എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദ് അവിടെ നിന്നും പതുക്കെ തടി തപ്പുക. ഈ സമയം രഞ്ജു, ഗോവിന്ദേട്ടൻ എന്താ ഈ സമയത്ത് ഗീതുവിനെ അന്വേഷിക്കുന്നേ? എന്തോ ഉണ്ടല്ലോ. ഭക്ഷണം കഴിക്കാതെ ഗീതുവിന് മുകളിലേക്ക് പോയതാണോ? അതുകൊണ്ടാണോ ഗോവിന്ദേട്ടൻ ഗീതുവിനെ അന്വേഷിക്കുന്നത്? എന്തായാലും കണ്ടുപിടിച്ചേ മതിയാകൂ. ഗോവിന്ദേട്ടൻ ഇവിടെ നിന്ന് തപ്പി കളിക്കുന്നുണ്ടെങ്കിൽ എന്തോ ഒരു പ്രശ്നമുണ്ട്. ഗോവിന്ദേട്ടൻ്റെ പിന്നാലെ പോകാം എന്നും ആലോചിച്ചുകൊണ്ട് രഞ്ജു ഇങ്ങനെ ഇരിക്കുകയാണ്. അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക. അതേ പ്രേക്ഷകരെ, ഇനി വരാൻ പോകുന്നതാണ് അത്യുഗ്രൻ വിശേഷം. അറയ്ക്കൽ തറവാട്ടിൽ നമ്മുടെ ഗോവിന്ദനെയും ഗീതുവിനെയും തമ്മിൽ പിരിക്കാൻ ശ്രമിക്കുകയാണ് രാധിക. എന്നാൽ ഗോവിന്ദനുള്ള ഭക്ഷണവുമായി മുകളിലേക്ക് പോയ ഗീതു വിശന്നിരിക്കുമ്പോൾ ഗോവിന്ദ് മുകളിലേക്ക് എത്തുമ്പോൾ ഇനി എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്? രാധികയ്ക്ക് ഇടിവെട്ട് പണി കൊടുക്കാൻ തന്നെയാണ് ഗോവിന്ദൻ്റെ തീരുമാനം.
അവരെ തമ്മിൽ പിരിച്ച് ഡിവോഴ്സ് വാങ്ങിക്കൊടുത്ത് ഗീതുവിനെ വേറെ എടുത്തും ഗോവിന്ദനെ അറയ്ക്കലും നിർത്താമെന്ന് വിചാരിച്ച രാധികയ്ക്ക് 8ന്റെ പണി കൊടുത്തുകൊണ്ട് അവർ ചെയ്തു കൂട്ടാൻ പോകുന്ന ഓരോ കാട്ടായങ്ങൾക്കുമായിട്ട് തീർച്ചയായിട്ടും കാത്തിരിക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ. താങ്ക് യു ഫ്രണ്ട്സ്.